കുണുക്കുമലയ്ക്ക് പോവാണ്. നാളെ കുണുക്കുമലയുടെ സൺറൈസ് കാണാൻ പോവാം. അപ്പൊ നമ്മൾ ഇപ്പൊ മൂന്നാർ ഗ്യാപ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ 3-4 റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ട്. പ്രൊഫഷണൽ റൈഡേഴ്സ്, നമ്മൾ ലോക്കൽ റൈഡേഴ്സ്. നാളത്തെ സൺറൈസ് ആണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇപ്പം നമ്മുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കായി പോയി. അപ്പോൾ അവരെ കണ്ടുപിടിക്കുക, ഗ്യാപ് റോഡിൽ ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം. അതിനുശേഷം സൂര്യനെല്ലി പോയി ഒരു റൂം എടുക്കണം. വൈകിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് രാവിലെ ജീപ്പ് സഫാരിക്ക് പോകണം. ഏകദേശം സ്ട്രക്ചർ കിട്ടും. നമ്മളിങ്ങനെ നിൽക്കണം. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ടല്ലേ പോകുന്നത്? നിന്റെ ലെഫ്റ്റിലോട്ടാണ്. നിഴൽ ഇങ്ങോട്ടല്ലേ? നീ പോകുന്ന റൂട്ടിൽ തന്നെയല്ലേ നിഴൽ കാണിക്കുന്നത്? അപ്പോൾ അവരിങ്ങോട്ടാണ് വരുന്നതെങ്കിലോ നിഴലിൻ്റെ പുറകിലോട്ടാ. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൽ നിന്നിട്ട് മെയിൻ റോഡല്ലേ ഇപ്പൊ അവര് നിൽക്കുന്നത്? പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അവരെ വിളിച്ചിട്ട് മെയിൻ റോഡിൽ ഇറങ്ങി നിൽക്കുക. അവരുടെ നിഴൽ എങ്ങോട്ടാന്ന് നോക്കുക. നിഴല് ഫ്രണ്ടോട്ടാണെങ്കിൽ അവര് നമ്മുടെ റൂട്ടിൽ തന്നെ വരുന്നത്. അവരുടെ നിഴല് പുറകിലോട്ടാണെങ്കിൽ അവരുടെ പുറകിലോട്ടായിരിക്കും നിഴല്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുമോ, നീ ഇങ്ങോട്ട് വരുമോ? എന്നാ അവരെ വിളിച്ചു പോരി. അത് കണ്ടോ? ഇതങ്ങോട്ട് നോക്കൂ. നല്ലൊരു ഫോണിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ആ വ്യൂ കിട്ടിയേനെ. സൂം ചെയ്തെടുക്കാൻ. ഞങ്ങൾ അതിലേ ദൂരല്ലേ അങ്ങോട്ട്. ഞങ്ങൾ അതിലേ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഗ്യാപ്പിൽ ചാടി കയറി. ഇതാ ഗ്യാപ് റോഡ്. കറക്റ്റ് അവിടുന്ന് ഒന്നെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ എന്തോരം ഉണ്ടോ അവിടുന്ന്? കുറെ ഉണ്ടോ? ഇത്രയും നമ്മുടെ കൂടെ ഉള്ളവരെ കണ്ടുകിട്ടി ഗൈസ്. വൗ നൈസ്. ഇനി സൂര്യനിലേക്ക് ഇതാര്? നമ്മുടെ ജിജിനാക്കടി. നാളെ രാവിലത്തെ കുളുക്കുമല വ്യൂ ആണ് നമ്മുടെ മെയിൻ പ്ലാൻ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്ന് സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ ജീപ്പ് സവാരിക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ റൂം എടുത്തത് ഏകദേശം 1000 രൂപയും പിന്നെ ജീപ്പ് സവാരിക്ക് ഏകദേശം 3000 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ നമുക്ക് ഇന്നിപ്പം ഇവിടെ നേരിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. വേറെ ഇതിനിടയ്ക്ക് കാണാൻ പറ്റിയ സ്പോട്ടിലോട്ടൊന്നും പോയില്ല. ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് നിന്ന് നിൽക്കാൻ ടൈം കിട്ടിയത്. കാരണം ഇങ്ങോട്ട് വന്ന വഴി ഇച്ചിരി ലേറ്റായി, അത്യാവശ്യം ലേറ്റായി. വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞ് വന്നു. പിന്നെ റൂം എടുത്തു, ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ 4:30 റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി. അന്നത്തെ കാര്യം ഇവിടെ ഒന്ന് സ്പോട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. നമുക്ക് ഈ കുറേ റീലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇവിടെ വന്നിപ്പം കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പുണ്ട്, വലിയ തണുപ്പൊന്നുമില്ല, നോർമൽ തണുപ്പൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഇനിയിപ്പം കുറച്ച് നേരം ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയ വ്യൂ ആണ്. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ.
നമ്മൾ കറക്റ്റ് 4:30 റെഡിയായി നിന്നിട്ടുണ്ട്. നമ്മുടെ ജീപ്പ് ചേട്ടൻ രാവിലെ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് കുളുക്കുമല വ്യൂ പോയിന്റ്. ഒന്നുകൂടെ പോകട്ടെ, നോക്കട്ടെ ഇവന്റെ പോകട്ടെ. നിന്റെ ആയിന്ന മുഖം വരുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് കാണാനില്ല. കിട്ടും മതിയടേ മതിയടേ എടാ. കിട്ടുന്നുണ്ടാ? ആ പൊളി. ഓക്കെ അല്ലേ? നമ്മളിവിടെ എത്തി. നല്ല തണുപ്പുണ്ട്. പിന്നെ ഇപ്പൊ സണ്ണ് വരാനുള്ള വെയിറ്റിങ്ങിലാണ്. അവിടെ സണ്ണ് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ മേഘങ്ങൾ കുറവാണ്. മേഘങ്ങൾ ഇങ്ങനെ വന്നിട്ടില്ല. മേഘങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനത്തെ നമ്മുടെ സൂര്യൻ ഫുള്ളത് കണ്ണ് കാണാൻ പറ്റില്ല. പറയില്ലേ സൂര്യൻ സൂര്യൻ കണ്ടിട്ടുണ്ടോ? കാണുന്നത് നല്ല നല്ല രസമുണ്ട്. ഇതൊക്കെ ഇവിടെ വന്നു തന്നെ കാണും. നമ്മുടെ വീഡിയോയിലൊന്നും കണ്ടിട്ടോ അല്ലെങ്കിൽ ബ്ലോഗ് കണ്ടിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇവിടെ തന്നെ വന്ന് കണ്ട് എൻജോയ് ചെയ്യണം. ഇനി അങ്ങോട്ട് നോക്കി അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ സൈഡ് നീരാണ് ഫുഡ് തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പുറത്തെ സൂര്യൻ അടിപൊളി വ്യൂ. ഇത് നിന്ന് കാണണം. നല്ല വിൻഡ് നോയ്സ് ഉണ്ട്. അപ്പം നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല, ഗോപ്രോയ്ക്ക് മൈക്കില്ല, അതുകൊണ്ട് കുറച്ച് നോയ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം കൊള്ളാൻ. രാവിലെ ജീപ്പുകാരായിട്ട് ഉടക്കൊക്കെ കഴിഞ്ഞിട്ട് അത് ഞാൻ പോകുന്ന വഴി അതൊക്കെ പറയാം. അപ്പൊ നമ്മളിത് മറ്റേ ജാഗോർ റോക്ക് കാണാൻ പോവാണ്. ബ്ലാക്ക് പാന്തർ. മേഘമൊന്നും വന്നില്ലല്ലേ? പക്ഷെ റീൽസിലൊക്കെ കാണുന്ന പോലെ മേഘങ്ങളൊന്നും വന്നില്ല ഗൈസ്. പൊടി അടിച്ചിട്ട് ഒരു രക്ഷയില്ല. കണ്ട 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 மச்சான் ஒரே வீடியோ மட்டும் தான் மச்சான்.
നല്ല തിരക്കാണ് ഇവിടെ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയും പേരുടെ വീഡിയോ എടുക്കാൻ എനിക്കൊരു ചമ്മൽ. കേറിപ്പോ. അതൊരു ചുറ്റായിപ്പോയി. നമ്മള് സൺറൈസ് കണ്ടു, പാറ കണ്ടു. ഇനി നമ്മള് റൂമിലോട്ട് പോകാം. വഴി ഇങ്ങോട്ട് വരുന്ന ഒരു 8-10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അത്ര അറിയില്ല, ഒരു മണിക്കൂർ യാത്രയുണ്ട്. പക്ക ഓഫ് റോഡെന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്, ഒരു രക്ഷയില്ല. ഇനി നമ്മള് തിരിച്ചറിയണം, അതാണ് സഹിക്കേണ്ടത്. ഏറ്റവും സഹിക്കണം. ഇത് മടുത്തത് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഇങ്ങോട്ട് വന്നു, അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നല്ല പൊടി, അത്യാവശ്യം പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടണം. പൊടി പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കണം. വേറെ കാര്യമുണ്ട്, പ്ലാസ്റ്റിക് ഇടാൻ ഇവിടെ ഒരു ഉണ്ടെന്ന് വെച്ചിട്ടില്ല. ഒരു വേസ്റ്റ് ബിൻ പോലും എങ്ങോ വരും. ഇവിടെ വരെ കയറുമ്പോൾ ഒരു കുപ്പിവെള്ളം എന്തായാലും കുടിക്കും. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് എന്തായാലും കുടിക്കും. ടോപ്പിൽ ചെന്നപ്പോ എന്റെ സായിപ്പുമാരവിടെ സമാധാനപരമായിട്ട് കുറെ നേരമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇരുന്ന് പതുക്കെ കണ്ടു വേണം. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. നമ്മൾ ജീപ്പാര് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ഈ പൂ വേണ്ട, ഈ പൂ അങ്ങ് ഈ തേയിലകൾക്കിടയിൽ ഇങ്ങനെ നിൽപ്പുണ്ടത്. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പച്ചയുടെ ഇടക്ക് നീല കാണത്തില്ലെന്നോ. വേസ്റ്റ് വെക്കാനുള്ള പാത്രം നമ്മൾ കണ്ടുപിടിച്ച് കാണുന്നത് ഇവിടെ പറഞ്ഞുണ്ട്. പക്ഷെ ഇതിനകത്ത് തന്നെ അറച്ച് വേസ്റ്റ് ഇതിനകത്ത് സ്ഥലം വേണ്ട. ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും അങ്ങോട്ടൊന്നും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലേ? അറിയില്ല, നമ്മള് ഇത് ആ മൂലയിലില്ല, ആ ടോപ്പിലില്ല. ഞാൻ കണ്ടില്ല, മേ ബി എവിടെയെങ്കിലും കാണാറിയും. കാണാൻ പറ്റത്തില്ല. ഫോൺ വേണോ? ശരി, അവൻ എങ്ങനെ 24 മാറാൻ വേണ്ടി ഇരിക്കുന്നവനാ. ഞാൻ അതിന്റെ പേര് പറയാൻ മാറുകയും ചെയ്യും. നാളെ പോയി കഴിഞ്ഞാൽ
ഗൈസ്, അപ്പം നമ്മൾ ബോഡിയുമായിട്ട് വ്യൂ പോയിന്റിൽ കൂടി വന്നു. ഇവിടെ എന്താ അതെ ഒറ്റം വരെ കാണാം, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മള് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നു. ബോർഡർ കഴിഞ്ഞ് ഇത് തമിഴ്നാടാന്ന് പറയുന്നത് അല്ലേ? ആയിരിക്കും. നല്ല രീതിയിൽ കാണാനാ പറയണത്. പക്ഷേ ഇവിടെ പുകയല്ല പിന്നെ ഇത്രയും ഉപ്പായിട്ട് കത്തിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാണ്. എന്തായാലും അത് കാരണം അങ്ങോട്ട് കാണാൻ പറ്റും. അങ്ങോട്ട് ചെറുതായിട്ട് ഇനി അപ്പുറത്തോട്ട് വല്ലതും ഉണ്ടോന്ന് അറിയാൻ മേല. ഇവിടെ ആയിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത മൂന്നാറിലോട്ട് പോവാം. മൂന്നാറിൽ പോവാം, അവിടെ ചെന്ന് തേയില ഫാക്ടറി എല്ലാം കയറാം, ഒറിജിനൽ ചോക്ലേറ്റ് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ അവിടുന്ന് നേരെ ആനയിറങ്ങൽ ഡാമിൻ്റെ അങ്ങോട്ടാണ് വന്നേക്കുന്നത്. സത്യത്തിൽ ഇവിടുന്ന് നേരെ മൂന്നാർ പോകാൻ വേണ്ടി ഇപ്പോൾ പോകുമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ റൂട്ട് കണ്ടത്, ഈ സംഭവം കണ്ടത്. ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. കുറെ ജീപ്പുകാരെ കിടപ്പുണ്ട്, ഒരു വള്ളി തരായിട്ടിരുന്നാവും. ഇന്നലെ ജീപ്പുകാരുടെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് ഞാൻ പതുക്കെ സമാധാനത്തോടെ ഇരുന്നിട്ട് പറയാം. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണണം. ജീപ്പുകാർ നമ്മളെവിടെ പോയാലും വള്ളി തരാൻ ചാൻസ് ഉണ്ട്. ജീപ്പുകാരെന്നല്ല, ഏത് നാട്ടിലെ ടൂറിസത്തിന് പോയാലും അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോ ആയാലും പബ്ലിക് ട്രാൻസ്പോർട്ട്, പ്രൈവറ്റ് ടാക്സി പോലത്തെ സംഭവങ്ങൾ, എന്തായാലും അവർ നമുക്ക് ഇട്ടൊരു പണി തരും. അതൊന്ന് കരുതിയിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതെന്താന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. വണ്ടി ഇവിടെ കിടപ്പുണ്ടോ? ആണും പെണ്ണാണോ അതോ ആണുങ്ങളോ? വീണ വല്ലതും ആണോ? കണ്ടോ? കാണുന്നുണ്ടോ? അത് കല്ലായിരിക്കും. ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ കല്ലാണ് ഇങ്ങനെ ഇങ്ങനെയാണ് എന്റെ. ഇവരെന്നെ ഇപ്പൊ ഇട്ട് നോക്കുന്നതന്നെ ഒരു പാതാളം അതിപ്പോ ഇവിടെ തന്നെ. ഇപ്പൊ ഗൈസ് ഇവിടെ വന്നപ്പോ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. സംഭവം രണ്ടുപേരും വെള്ളത്തിൽ പോയെന്നാണ് പറഞ്ഞത്. രണ്ട് ആണുങ്ങളാന്നാ പറഞ്ഞ. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അവര് ഇത് കാണാൻ വേണ്ടി വന്നാന്ന് പറയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട്. എന്തായാലും പോലീസ് തപ്പുന്നുണ്ട്. അവരുടെ വണ്ടി മൊബൈലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഡാമിൽ പോയതാണെന്ന് സംശയിക്കുന്നു. അപ്പം നമ്മളെന്തായാലും പാസ്പോർട്ടിൽ നിന്ന് ഇങ്ങനെ പോരുക. ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വ്യൂ കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് നമുക്ക് അവിടെ വരെ പോവാം. ഇത് കൊള്ളാമല്ലോ. ഇവിടെ വന്ന് കുറെ ചൂണ്ടയായിട്ട് വന്നിട്ട് നമുക്ക് മീൻ പിടിക്കായിരുന്നു. അതെ, കാറിലാരെയും ചൂണ്ടയായിട്ട് വന്നിട്ട് മീനും പിടിച്ച് അവിടെ ഗ്രില്ലടിച്ച് നിന്നിട്ട് വീട്ടിൽ പോയാൽ. ഒരു വണ്ടി വേണം, നമുക്കൊരു വണ്ടി മേടിക്കണം ഗൈസ്. ഇത് നമ്മൾ വണ്ടി വിടത്തില്ലേ? ഉരുണ്ടോട് ചോദിക്കും മാറി ഇങ്ങോട്ട് ലോക്ക് ചെയ്ത് നിൽക്കി. അടിപൊളി.
ഒറ്റയടിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറന്നെത്താൻ പറ്റിയത്. അല്ലേ? ഒറ്റയടിക്ക് ഇവിടുന്നേ പറക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പൊ ഇതാണ് 400 KSRTC ബസ്. മേല് 400, താഴെ 200. ഒരു കിലോ എന്തോ അത് നട്ട്സ് ആഡ് ചെയ്ത് അത് ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ 3 ട്രിപ്പ് അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തി. ഞങ്ങൾ ഒരു പോസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം പറഞ്ഞേക്കാം. ആദ്യമല്ല, അവസാനം പറഞ്ഞേക്കാം. പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3000 രൂപയ്ക്കാണ് മറ്റേ ജീപ്പ്, കുളുക്കുമലോട്ടുള്ള ജീപ്പ് ബുക്ക് ചെയ്തിരുന്നത്. അയാൾ 4 പേർക്ക് 3000 എന്ന് പറഞ്ഞു. പിന്നെ 6 പേർക്ക് 2 പേര് ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ അടുത്ത് തന്നെ വേറൊരു റൂം ഉണ്ടായിരുന്നു. അവർ 2 പേരുണ്ടായിരുന്നു. അപ്പം ഒരു ജീപ്പിന് 3000 രൂപ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2400 രൂപ ജീപ്പിൻ്റെ ഫീസും 600 രൂപ അങ്ങോട്ട് എൻട്രി ഫീസും. അപ്പോൾ ഇയാൾ 3000 രൂപ നമ്മളോട് പറഞ്ഞു. അത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ 2 പേര് വന്നപ്പോൾ 3000 രൂപയ്ക്ക്, അപ്പം 3000 രൂപ 6 പേരായിട്ട് ഷെയർ ആവും. 4 പേരാണെങ്കിൽ 4 പേരുമായിട്ട് ഷെയർ ആവും. അപ്പോൾ ഈ ജീപ്പുകാരനോട് ഞങ്ങൾ തലേ ദിവസം നൈറ്റ് പറഞ്ഞിരുന്നു 2 പേര് കോട്ടേജ് നമ്മുടെ കൂടെ താമസിക്കുന്ന അപ്പുറത്തെ വേറെ 2 ഫ്രണ്ട്സായിരുന്നു. ഫ്രണ്ട്സല്ല, അവരിവിടെ വന്ന് അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാൽ. അപ്പോൾ നമ്മൾ പോകുന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവിടെ വരുന്ന എല്ലാവരും ഇതിന് പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാം, അപ്പോൾ 6 പേർക്ക് കൂടി 3000 കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് ഇത് എന്നാണ് തലേ ദിവസം പറഞ്ഞ് സെറ്റാക്കി. പക്ഷേ രാവിലെ അപ്പോൾ ഇയാളുടെ വണം മാറി. നിങ്ങൾക്ക് 4 പേർക്കാണ് 3000, 4 പേർക്ക് അത് മറ്റേതാണ്, അവർക്ക് വേറെ ജീപ്പ് അറേഞ്ച് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം ഈ പുള്ളിയോടും ആ റൂമിൻ്റെ ഓണർ ചേച്ചിയോടും ഇവരോടൊക്കെ നമ്മൾ സംസാരിച്ചാണ് നമ്മൾ 6 പേർക്കും ഒരുമിച്ച് പോകാന്നുള്ള രീതി. രാവിലെ ആയപ്പോൾ ഇയാളുടെ വിധം മാറി. എന്നിട്ട് പിന്നെ നമ്മൾ അയാളായിട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഒരു ക്യാൻസലേഷൻ ചാർജ് കൊടുക്കണം, പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ തന്നെ വേറെ ജീപ്പ് അറേഞ്ച് ചെയ്തു, വേറെ ജീപ്പിൽ കയറി സംഭവം പോയി. അപ്പോൾ ഇവിടുത്തേന്നല്ല, എവിടെ ട്രാവലിങ്ങിന് പോകുന്ന സമയത്ത് ഇതുപോലത്തെ നമ്മൾ ജീപ്പ് സവാരി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വള്ളികൾ വരും. അതെല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. പിന്നെ നമ്മൾ ചോദിച്ച് കൃത്യമായിട്ട് പൈസ കൃത്യമായിട്ട് പറഞ്ഞ്, അല്ലെങ്കിൽ ട്രിപ്പ് കൃത്യമായിട്ട് പറഞ്ഞ് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ ജീപ്പുകൾ സെലക്ട് ചെയ്യാവുള്ളൂ. ഒന്നല്ല, ഒരു 2-3 ഓപ്ഷൻസ് ചൂസ് തപ്പി അല്ലെങ്കിൽ സംസാരിച്ചതിന് ശേഷം തീരുമാനം എടുത്താൽ മതി. പെട്ടെന്ന് നമ്മൾ പുറത്തിന് വേണ്ടിയിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ഞാൻ വീഡിയോ ഇടും കേട്ടാ. യെസ്, 1 2 റൈസ് റെഡി. വണ്ടികളാണ് അല്ലാണ്ട് വണ്ടൊന്നും വിളിച്ച. അപ്പം നമ്മൾ ഈ സിപ്പ് ലൈനോട് കൂടി നമ്മുടെ 3 ട്രിപ്പ് അവസാനിക്കും. ഇനി ക്യാമറ ഒക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വീട്ടിലോട്ട് നേരെ വണ്ടി ഓടിച്ച് പോകണം. ഞങ്ങളെന്തായാലും ഇതിനകത്ത് കയറുന്നില്ല. ഞങ്ങളോട്ട് വന്ന ഒരാൾ മാത്രമേ കയറുന്നുള്ളൂ. ഞങ്ങൾ ഇത് കഴിയുമ്പോൾ പോവാം. അപ്പോൾ 500 രൂപയുടെ സിപ്പ് ലൈനാണ്, ഒരാൾക്ക് 500 രൂപ. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ട്രിപ്പ് അടിച്ച് വിടും. അത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഞങ്ങളുടെ 3 ട്രിപ്പ് അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതുപോലെ ചെറിയ വള്ളിയൊക്കെ കെട്ടി, എന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷെ വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ സമയത്ത്, അത് മേഘങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമ്മളത് കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള മറ്റേ കുളുക്കുമലായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, കുളുക്കുമലായിട്ടുള്ള ഇത് എന്നാ പറയുക, ഓഫ് റോഡിങ്. അയ്യോ, 1 മണിക്കൂറോളം വല്ല കിടിലം കട്ടറിൽ നിന്ന് ചാടി വേണം നമ്മൾ ആ സ്പോട്ടിലെത്താനായിട്ടും. അടുവും ശരീരമൊക്കെ ഒലഞ്ഞ് ഒരുമാതിരി കോലമാകും. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും അധികം ഇനിയൊന്നും പറയാനില്ല. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ. പോയ സാധനം വരുമോ? ഹൈറ്റ് വേണ്ടേ? നേരെ Come on guys. ആ പാപ്പൻ ഇൻസ്റ്റാ പോകുന്നുണ്ടോ? പുള്ളി പോകുന്നുണ്ടോ? ഇൻസ്റ്റാ
കണ്ടിടിച്ചാണ് വരുമെന്ന് തോന്നുന്നു. അയ്യോ, അയ്യോ.